ദൂതർ സംഘം വാഴ്ത്തിയിടുന്ന ദേവ, എണ്ണമില്ല ദൂതർ സംഘം വാഴ്ത്തിയിടുന്ന ദേവ. കെരൂബികളും ശ്രാഫികളും പുകഴ്ത്തും മഹേശ, കെരൂബികളും ശ്രാഫികളും പുകഴ്ത്തും മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ. മാനമായി ചമച്ച ദേവനാഥനെ മഹേശ, മാനമായി ചമച്ച ദേവനാഥനെ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന, ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന ജീവനാഥ ദേവദേവ പാഹി മമ മഹേശ, ജീവനാഥ ദേവദേവ പാഹി മമ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. ജീവനുള്ള സർവ്വത്തിനും, ജീവനുള്ള സർവ്വത്തിനും ഭക്ഷണം നൽകുന്ന ജീവനാഥ ദേവദേവ പാഹി മമ മഹേശ, ജീവനാഥ ദേവദേവ പാഹി മമ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. വൃക്ഷസസ്യാദികൾക്കെല്ലാം ഭംഗിയെ നൽകുന്ന, വൃക്ഷസസ്യാദികൾക്കെല്ലാം ഭംഗിയെ നൽകുന്ന അക്ഷയനാം ദേവദേവ പാഹി മമ മഹേശ, അക്ഷയനാം ദേവദേവ പാഹി മമ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. ഗംഭീരമായി മുഴങ്ങിടും വമ്പിച്ച സമുദ്രം, ഗംഭീരമായി മുഴങ്ങിടും വമ്പിച്ച സമുദ്രം. തമ്പുരാന്റെ വാക്കിനങ്ങു കീഴ്പ്പെടും മഹേശ, തമ്പുരാന്റെ വാക്കിനങ്ങു കീഴ്പ്പെടും മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. ഉച്ചമായ അടിക്കും കൊടുങ്കാറ്റിനെയും കണ്ട്, ഉച്ചമായ അടിക്കും കൊടുങ്കാറ്റിനെയും കണ്ട് ശ്രേഷ്ഠകാരം തന്നിൽ വഹിച്ചിടുന്ന മഹേശ, ശ്രേഷ്ഠകാരം തന്നിൽ വഹിച്ചിടുന്ന മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. ഓ ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും, ദുഷ്ടരാകും ജനങ്ങൾക്കും നീതിയുള്ളവർക്കും വന്മഴയും നൽകും, വന്മഴയും നൽകുന്ന മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ,
കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും, സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ, സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. മൂവുലകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിടും, മൂവുലകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിടും. നിന്മഹത്വം വെളിപ്പെടും ആദിനം മഹേശ, നിന്മഹത്വം വെളിപ്പെടും ആദിനം മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. എണ്ണമില്ല ദൂതർ സംഘം വാഴ്ത്തിയിടുന്ന ദേവ, എണ്ണമില്ല ദൂതർ സംഘം വാഴ്ത്തിയിടുന്ന ദേവ. കെർവികളും ശ്രാഫികളും പുകഴ്ത്തും മഹേശ, കെർവികളും ശ്രാഫികളും. എണ്ണമില്ല ദൂതർ സംഘം, ഇല്ല ദൂതർ സംഘം വാഴ്ത്തിയിടുന്ന ദേവ, എണ്ണമില്ല ദൂതർ സംഘം വാഴ്ത്തിയിടുന്ന ദേവ. കെർവികളും ശ്രാഫികളും പുകഴ്ത്തും മഹേശ, കെർവികളും ശ്രാഫികളും പുകഴ്ത്തും മഹേശ. വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ, വാനഭൂമി സൂര്യചന്ദ്ര നക്ഷത്രാദികളെ. മാനമായി ചമച്ച ദേവ നാഥനെ മഹേശ, മാനമായി ചമച്ച ദേവനാഥനെ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. വൃക്ഷസസ്യാദികൾക്കെല്ലാം, വൃക്ഷസസ്യാദികൾക്കെല്ലാം അക്ഷയനം ദേവദേവ പാഹി മഹേശ, അക്ഷയനം ദേവദേവ പാഹി മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു. ഓ ഊറ്റമായ അടിക്കും കൊടുങ്കാറ്റിനെയും തന്റെ, ഊറ്റമായ അടിക്കും കൊടുങ്കാറ്റിനെയും തന്റെ. ശ്രേഷ്ഠകാരം തന്നിൽ വാഹിച്ചിടുന്ന മഹേശ, ശ്രേഷ്ഠകാരം തന്നിൽ വാഹിച്ചിടുന്ന മഹേശ. ഇടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും, സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ, സ്തോത്രത്തിനു യോഗ്യനായ. സ്വർഗത്തിലും സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും, സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്തോത്രത്തിനു യോഗ്യനായ സ്വർഗത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ. ഭൂലോകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിടും, ഭൂലോകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിടും. നിന്മഹത്വം വെളിപ്പെടും ആദിനം മഹേശ, നിന്മഹത്വം വെളിപ്പെടും ആദിനം മഹേശ. ഭൂലോകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിടും, ഭൂലോകം നിന്റെ പാദം തന്നിൽ വണങ്ങിയിടും. നിന്മഹത്വം വെളിപ്പെടും ആദിനം മഹേശ, ആദിനം മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാർ, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു കീർത്തിക്കുന്നു ഘോഷിക്കുന്നു ആർത്തുമോദമോടെ കീർത്തിക്കുന്നു
ഘോഷിക്കുന്നു. ഓ സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും, സ്വർഗത്തിലും ഭൂമിയിലും സർവലോകത്തിലും സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ, സ്തോത്രത്തിനു യോഗ്യനായ കീർത്തിതൻ മഹേശ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാം, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാം. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ. ഓ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാം, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാം. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദം. ഓ വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാം, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാം. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാം, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാം. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ. വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാം, വാഴ്ത്തിയിടുന്നു വാഴ്ത്തിയിടുന്നു നന്ദിയോടടിയാം. കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ, കീർത്തിക്കുന്നു ഘോഷിക്കുന്നു അർത്തുമോദമോടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നനച്ചതല്ല. വേറെ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. വേറെ നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ
നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 നീ മാത്രമാണ് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു. നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ശക്തിയോടെ, ഓ ശക്തിയോടെ എന്റെ നിലവുകളെ മാറ്റി എഴുതിയവനെ, എന്റെ നിലവുകളെ മാറ്റി എഴുതിയ അഭിഷേകത്തോടെ എന്റെ നിലവുകളെ മാറ്റി എഴുതിയ എന്റെ ദിനവുകളെ മാറ്റി എഴുതിയ സന്നികർത്താവേ, എന്റെ ദിനവുകളെ മാറ്റി എഴുതിയ സന്നികർത്താവേ. മാറ്റി എഴുതിയ ദൈവത്തിന് ആരാധന. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, പാടാൻ ഏറെ കാരണങ്ങളുണ്ട്. ദിനവുകളെ മാറ്റി എഴുതിയ ദൈവം ജനതോന്നി ചെയ്ത കൃപകളെ ഓർത്ത് നന്ദി
കർത്താവേ എന്റെ നിലവുകൾ ദൈവം മാറ്റിയൊരുക്കി നിന്നെ കാൽ വഴുകുവാനിടവന്നില്ല എന്റെ നിലവുകൾ ദൈവം മാറ്റിയൊരുക്കി നിന്നെ കാൽ വഴുകുവാനിടവന്നില്ല മാത്രമാണെന്നെ ഉയർത്തിയത് നീ മാത്രമാണെന്നെ ഉയർത്തിയത് പരിശുദ്ധനേ 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 അങ്ങേക്കാരാധന Viva
പരിശുദ്ധനേ രാജാവേ, പരിശുദ്ധനേ രാജാവേ, പരിശുദ്ധനേ രാജാവേ. നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കരങ്ങളൊന്ന് ഉയർന്നിരിക്കട്ടെ. സ്തോത്രം മാത്രം ഇവിടെ ഉയരണം. ജീസസ്. കരങ്ങൾ ഉയർത്താൻ കർത്താവ് ബലം നൽകി. ജീസസ്. നന്നായിട്ട് ആ കരമൊന്ന് ഉയർത്താമോ? കർത്താവിന്റെ കൃപയാലാണ് ഡിസംബർ മാസം 7-ാം തീയതി നമ്മുടെ വലങ്കരം ഉയർന്നിരിക്കുന്നത്. നമ്മുടെ വലങ്കരം പൊക്കാൻ കർത്താവ് ബലം നൽകി. ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്യാമോ? ചില മിനിറ്റുകൾ സ്തോത്രം ചെയ്യാമോ? സ്തോത്രം കൊണ്ട് ഈ ആലയം നിറയണം. ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. ദൂതന്മാർ കുനിഞ്ഞു നോക്കുമ്പോൾ സ്തോത്ര ധ്വനികൾ കൊണ്ട് ഇവിടെ നിറയണം. വാ പൂട്ടി താക്കോലിട്ട് പൂട്ടിയിരിക്കുന്ന പോലെ വായടച്ചിരിക്കരുത്. അതരം തുറന്ന് വയറ്റിൽ നിന്ന് ചില സ്തോത്രങ്ങൾ വരട്ടെ. വയറിനകത്തുനിന്ന്, അകത്തുനിന്ന്, ഇന്നർ മൈൻഡിൽ നിന്ന് സ്തോത്രമുയരട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എന്നാശ്രയം, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവനെന്റെ ഉപനിധിയേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നീതാ. വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. നമ്മുടെ കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സന്തോഷമുള്ള ഹൃദയത്തോടെ ചേർന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സൈന്യങ്ങളുടെ യഹോവയാണ്. യെസ് ലോർഡ് ഓഫ് ഹോസ്റ്റ്. സൈന്യങ്ങളുടെ യഹോവ, സൈന്യങ്ങളുടെ യഹോവയ്ക്ക് അവിടെ നായകനാണ്. സൈന്യത്തിന്റെ നായകനാണ്. ആകയാൽ സൈന്യങ്ങളുടെ യഹോവേ, ശക്തിയോടെ നമ്മുടെ ശബ്ദം മുഴുവൻ എടുത്ത് മഹത്വപ്പെടുക്കട്ടെ. ഇവിടെ എഴുന്നേറ്റ് നിൽപ്പാൻ കർത്താവ് കൃപ നൽകി, പരിശുദ്ധ പ്രാപ്തി നൽകി. കഴിഞ്ഞ ദിവസങ്ങളായി ആഘോഷിപ്പാൻ പ്രാർത്ഥിപ്പാൻ കൃപ നൽകി. സഭയായി 7 ദിനങ്ങൾ ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. കുടുംബങ്ങൾ ഒന്നിച്ച് ഉപവസിച്ചു. ഈ സമാപന ദിവസത്തിൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഇവിടെ എഴുന്നേറ്റ് നിൽക്കുവാൻ എളിവനും പ്രാപ്തി നൽകിയതിൽ ഞാൻ എൻ്റെ ദൈവത്തിനെല്ലാം മഹത്വവും കരയേറ്റുന്നു. ദൈവമക്കൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഒട്ടിയ കവളും കുഴിഞ്ഞ കണ്ണുകളുമായി ആയിരിക്കുന്ന ദൈവമക്കളുണ്ട്. പിതാക്കന്മാർ, മാതാക്കൾ ഉപവസിച്ചല്ലോ. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ശുശ്രൂഷ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ, ഒരു മിറക്കിളായി തീരട്ടെ, ഒരു ദൈവനാമ മഹത്വമായി തീരട്ടെ.
ദൈവപ്രവർത്തിക്ക് കാരണമായി തീരട്ടെ, അത്ഭുതത്തിന് കാരണമായി തീരട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ അത് കാരണമായി തീരട്ടെ. വിശ്വസിച്ച് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം ശക്തിയോടെ, ഹല്ലേലൂയ, സന്തോഷത്തോടെ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 24-ാം സങ്കീർത്തനം ഇവിടെ പാടുവാനിടയായല്ലോ. 24-ാം സങ്കീർത്തനം ഏറ്റവും ശ്രേഷ്ഠകരമായൊരു സങ്കീർത്തനമാണ്. വളരെ വിലപ്പെട്ട ഒരു സങ്കീർത്തനം. മശീഹായുടെ പ്രത്യക്ഷതയെ വിളിച്ചറിയിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. നിങ്ങൾക്കറിയാമോ, 22-ാം സങ്കീർത്തനം യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ ധ്യാനിക്കുന്നതാണ്. ഇറ്റ് വാസ് അവർ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കഴിഞ്ഞകാല അനുഭവത്തെ കാണിക്കുന്നു, മശീഹായുടെ കഷ്ടതയെ കാണിക്കുന്നു, നമ്മുടെ പാവ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വഴികളിൽ നിന്ന് നമ്മെ വിടുവിച്ച അനുഭവങ്ങളെ കാണിക്കുന്നു. 23-ാം സങ്കീർത്തനം നമ്മുടെ പ്രസന്റാണ് എന്ന് പറഞ്ഞാൽ സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാ: നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, യഹോവ എൻ്റെ ഇടയനാകുന്ന എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. പച്ച പുൽപ്പുറങ്ങളിൽ കിടത്തുകയും സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുകയും ചെയ്യുന്നു. He leads me, എന്നെ നയിക്കുന്നു. അപ്പോൾ it is present. അത് കർത്താവ് നമ്മെ നയിക്കുന്നതാണ്, കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നതാണ്. സ്തോത്രം പറയാമോ? അത് കർത്താവ് നമ്മെ നടത്തുന്ന അനുഭവമാണ്, നയിക്കുന്ന അനുഭവമാണ്, ഇപ്പൊ കൂടെ ഇരിക്കുന്ന അനുഭവമാണ്. എന്നാൽ 24-ാം സങ്കീർത്തനം മശീഹായെ വരച്ചു കാട്ടുന്നത് അങ്ങനല്ല. ഇറ്റ്സ് നോട്ട് അവർ പാസ്റ്റ്, ഇറ്റ്സ് നോട്ട് അവർ പ്രസന്റ്, ഇറ്റ് വിൽ ബി അവർ ഫ്യൂച്ചർ. നമ്മുടെ ഭാവിയെ വിളിച്ചറിയിക്കുന്നതാണ് Psalms 24. അതിന് കാരണമുണ്ട്. സങ്കീർത്തനം 24 വിളിച്ചു പറയുന്നത് മഹത്വത്തിന്റെ രാജാവ് ആര്? മഹത്വത്തിന്റെ രാജാവ് ആര്? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. എന്നിട്ട് പറയുന്നു, ബലവാനും യുദ്ധവീരനുമാകുന്ന യഹോവ അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ഓ, അത് പറയുമ്പോൾ എൻ്റെ ഉള്ളം പിടയുന്നു. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിപ്പാൻ സമയമായി. ആവേശമുള്ളവരാകണം. മുട്ടുചുരുട്ടി പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന കാലഘട്ടം. എനിക്ക് തോന്നുന്നു ഇന്നാ സമാപന ദിവസം അല്ലേ? കുട്ടിക്കലാശവും അനൗൺസ്മെന്റും ഒക്കെ ആവേശത്താൽ അവർ വിളിക്കും. അവരുടെ പാർട്ടിക്ക് കീഴെ വിളിക്കും. VBS പഠിച്ചപ്പോഴൊക്കെ നമ്മൾ പഠിച്ചൊന്നുണ്ട്. ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, ആമോദത്താൽ ഞങ്ങൾ വിളിക്കും, ജയ് ജയ് യേശു ക്രിസ്തു. ഒന്ന് പറയാമോ? എന്നോട് ചേർന്നൊന്ന് പറയാമോ? ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, ആമോദത്താൽ ഞങ്ങൾ വിളിക്കും, ജയ് ജയ് യേശു ക്രിസ്തു. ഇപ്പോഴും പലരും പറഞ്ഞിട്ടില്ല. മഹത്വത്തിന്റെ രാജാവ് കയറി വരാൻ പോവുക, കയറി വരാൻ പോവുക. ആവേശമുള്ളവരാകട്ടെന്നേ, ആവേശമുള്ളവരാകട്ടെ. പാർട്ടിക്ക് വേണ്ടി ആവേശമുള്ളവര് ആകാറുണ്ടല്ലോ നമ്മള്, ഇല്ലേ? എന്നാ നമ്മുടെ കർത്താവിന് വേണ്ടി ആവേശമുള്ളവരാകാൻ എന്തിനാ ലജ്ജിക്കുന്നേ? കുഞ്ഞിലേക്ക് പാടിയിട്ടില്ലേ? കപ്പത്തണ്ടു കൊണ്ട് കപ്പലുണ്ടാക്കി സാത്താനെയും കൂട്ടരെ അതിലിരുത്തി ഉന്തടാ തള്ളടാ ചവകടലിൽ തള്ളടാ, ഇല്ലേ? എന്നിട്ട് പറയും ജയ് ജയ് യേശു ക്രിസ്തു, ജയ് ജയ് യേശു ക്രിസ്തു. നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് പറയാമോ? ശക്തിയോടെ കൈയൊക്കെ ചുരുട്ടി പറയണം. കൈയൊന്നും ഇങ്ങനെ ഇരിക്കരുത്, കൈയൊക്കെ ചുരുട്ടി പറയണം.
ആമേൻ. വിളിച്ചു പറയണം, മഹത്വത്തിന്റെ രാജാവിന്. ഏതായാലും ബന്ധക്കോസിലായി പാർട്ടിക്കകത്ത് പോയി എങ്കിലാ വിളിക്കാൻ നമുക്കിപ്പം പറ്റത്തില്ല. അപ്പോൾ സഭയ്ക്കകത്തെങ്കിലും എന്താണ് യേശു ക്രിസ്തുവിന് എന്ത് ചെയ്തോണ്? തൊണ്ടയൊക്കെ ഒന്ന് ശരിയായിക്കേ, തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കി യേശുവിനൊരു ജയ് വിളിച്ചേ. യെസ് മൈ ഡിയർ സ്റ്റുഡൻസ്, ആർ യു റെഡി? ആർ യു റെഡി? വാ തുറന്ന്, ഓക്കെ, വാ തുറന്ന് പറയണം. റെഡിയല്ലേ? റെഡിയല്ലേ? ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, ആമോദത്താൽ ഞങ്ങൾ വിളിക്കും, ജയ് ജയ് യേശു ക്രിസ്തു. ഒരിക്കൽ കൂടി, ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, ആമോദത്താൽ ഞങ്ങൾ വിളിക്കും, ജയ് ജയ് യേശു ക്രിസ്തു. ശക്തിയോടെ ജയ് ജയ് യേശു ക്രിസ്തു. मेरा प्रभु यीशु मसीह की, मेरा प्रभु यीशु मसीह की, बोला प्रभु यीशु मसीह की जय. ലജ്ജിക്കരുത്, യേശുവിനെ ജയ് വിളിക്കാം. ലജ്ജിക്കരുത്, ലജ്ജിക്കരുത്. കാരണം ഇന്ത്യയിലൊരു പാട്ടുണ്ട്, സ്തുതി ആരാധന. ऊपर जाती है आशीष देखो, नीचे आती है प्रभु हमारा कितना महान, देखो हमसे करता है प्यार. അതുകൊണ്ട് ഹാലേലൂ ഹാലേലൂയ, ഹാലേലൂ ഹാലേലൂയ, स्तुति आराधना ऊपर जाती है, आशीष देखो नीचे आती है. चरण स्तुति आराधना ऊपर जाती है, आशीष देखो नीचे आती है. प्रभु हमारा कितना मगा, देखो हमसे करता है प्यार. प्रभु हमारा कितना महान, देखो हमसे करता है. चरण शक्तियोടെ हालेलू हालेलूया हालेलू, ശക്തിയോടെ ഓ ഹാലേലൂ ഹാലേലൂയ ഹാലേലൂ ഹാലേലൂ. കരമുയർത്തി ഹാലേലൂയ പാടിയാട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതാണ് ഇന്നത്തെ ചിന്ത. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആ ചിന്ത ഞാനിവിടെ കൈമാറുമ്പോൾ ആവേശമുള്ളവരാകണം, ആവേശമുള്ളവരാകണം. കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി ഇവിടെ വന്നു കേട്ടോ, വന്ന് കണ്ട് എല്ലാവരെയും അന്വേഷണമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എല്ലാവരെയും അന്വേഷണം പറഞ്ഞു, വന്ന കാര്യമൊക്കെ പറഞ്ഞു, ഞാനത് വിശദമാക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്തോ ഒരു സന്തോഷമായിരുന്നു ജനത്തിന്, എന്തൊരാവേശമായിരുന്നു. എനിക്കൊത്തിരി സന്തോഷം തോന്നി. ഇവിടെ വന്നു കണ്ടു, അതെ അദ്ദേഹത്തെ ഒത്തിരി സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ മശിഹ ഇതിനകത്ത് വരുന്നെന്ന് പറയുമ്പോൾ, യേശു ഇതിനകത്ത് വരുന്നെന്ന് പറയുമ്പോൾ, യേശു ഇതിനകത്ത് വരുന്നെന്ന് പറയുമ്പോൾ, യേശുവിനകത്ത് വരുന്നെന്ന് പറയുമ്പോൾ, മഹത്വത്തിന്റെ രാജാവ് വരുന്നത് പറയുമ്പോൾ, ഓ മഹത്വത്തിന്റെ രാജാവ് വരുന്നത് പറയുമ്പോൾ, യേശുവിനകത്ത് വരുന്നത് പറയുമ്പോൾ അടങ്ങിയിരിക്കരുത്. ഞാൻ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഈ പാട്ട് പാടുന്നതൊന്നും, പക്ഷെ പരിശുദ്ധാത്മ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുക. മഹത്വത്തിന്റെ രാജാവിന് പ്രവേശനം അരുളണം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. ഈ ആരാധന തല ഉയർത്തുന്ന ആരാധനയാകണം. ഒരൊറ്റ തല താണിരിക്കരുത്. ഒരു കുടുംബങ്ങളുടെ തല താണിരിക്കരുത്. ഒരൊറ്റ തല താണിരിക്കരുത്. കുടുംബങ്ങളുടെ തല ഉയർന്നിരിക്കണം. തല താഴാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം 3-ാം സങ്കീർത്തനത്തിൽ പറയും, നീ യഹോവേ, അറിയാവുന്നവർ ചേർന്ന് പറ, എനിക്ക് ചുറ്റും പരിചയം
എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും, പറ, എൻ്റെ തല ഉയർത്തുന്നവനും. അങ്ങനെയെങ്കിൽ വാതിലുകളെ തല ഉയർത്തിക്കേ, വാതിലുകളെ തല ഉയർത്തിക്കേ. മഹത്വത്തിൻ്റെ രാജാവ് കയറട്ടെ, അകത്തേക്ക് വരട്ടെ, സഭയ്ക്കകത്ത് നടക്കട്ടെ, വീട്ടിനകത്ത് നടകൊള്ളട്ടെ. വാതിലിനകത്ത് കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വാതിൽ തുറന്നു കൊടുക്കണം, വാതിൽ തുറന്നു കൊടുക്കണം. മഹത്വത്തിന്റെ രാജാവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കണം, വാതിൽ തുറന്നു കൊടുക്കണം, വാതിൽ തുറന്നു കൊടുക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ വാതിൽ തുറന്നു കൊടുക്കണം. ഈ പകൽ എത്ര പേര് വാതിൽ തുറക്കുന്നുണ്ട്? വാതിൽ തുറക്കുന്നവരെ തലതയോ ഉയർത്തും, വാതിൽ തുറക്കുന്നവരെ തലതയോ ഉയർത്തും. നിന്റെ വാതിൽ അടച്ചിടാൻ, നന്മയുടെ വാതിൽ അടച്ചിടാൻ, കുടുംബത്തിന്റെ വാതിൽ അടച്ചിടാൻ, തലമുറയുടെ വാതിൽ അടച്ചിടാൻ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ ആത്മാവിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, വാതിൽ അടക്കിയല്ല, വാതിൽ ഉയർത്ത, വാതിൽ തുറക്ക. മഹത്വത്തിന്റെ രാജാവ് കയറട്ടെ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് ഓരേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. യെസ്, മഹത്വത്തിന്റെ രാജാവ് കയറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മഹത്വത്തിന്റെ രാജാവ് കയറട്ടെ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വാതിലുകൾ എന്ന് തുറക്കാൻ പോവുക, മഹത്വത്തിന്റെ രാജാവിന് പ്രവേശിക്കാൻ. ഈ സങ്കീർത്തനത്തിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഊന്നിയ ഈ വാതിലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിച്ച തിരുവെഴുത്തിൽ ഇങ്ങനെ കണ്ടത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവാൻ പറഞ്ഞിരിക്കുന്നു. എനിങ്ങനെ പറയാം, ഈ സങ്കീർത്തനം എഴുതിയതെന്ന് പറയുന്നത് പെട്ടകം ദാവീദ് രാജാവ് യെരൂശലേമിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്രത്തിന് സാക്ഷിയാണെന്ന് പറയുന്നു. ചരിത്രത്തിൽ നിലകൊണ്ട സങ്കീർത്തനം 24-ാം സങ്കീർത്തനം. വിശദമാക്കാൻ എനിക്ക് സമയമില്ല. 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ പെട്ടകം പിടിക്കപ്പെട്ട ഒരു ചരിത്രം കാണുന്നുണ്ട്. പെട്ടകവുമായിട്ട്, പെട്ടകം പിടിക്കപ്പെട്ടതല്ല, പെട്ടകം കൊണ്ടുപോകുന്ന ഒരു ചരിത്രം. പെട്ടകവുമായിട്ട് പോകുമ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പെട്ടകവുമായിട്ട് പോകുമ്പോൾ ഈ പെട്ടകം അമീനാദാം എന്ന് പറയുന്ന മനുഷ്യന്റെ വീട്ടിൽ എത്ര നാളിരുന്നു? എത്ര നാളിരുന്നു? അല്ല, അബീനാദാമിന്റെ വീട്ടിൽ എത്ര വർഷം ഇരുന്നു? 20 വർഷം ഇരുന്നു. എന്നാൽ ദാവീദ് രാജാവിന് ഒരാഗ്രഹം, പെട്ടകം ഇരിക്കേണ്ടത് അവിടെയല്ല, പെട്ടകം എവിടെ വരണം? ദൈവത്തിന്റെ പെട്ടകം. ദൈവത്തിന്റെ പെട്ടകത്തിന് പ്രമാണമുണ്ട്. യെസ്, 2.5 അടി നീളം, 1.5 അടി വീതി, 1.5 അടി ഉയരം ഖദിരമരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. അതിനകത്ത് അഹരോന്റെ തളിർത്ത വടിയുണ്ട്. അതുപോലെ തന്നെ കൽപ്പലകകളുണ്ട്. ഒരിടം കഴി മണ്ണയിട്ട് വെച്ച പൊൻപാത്രമുണ്ട്. ഇതിരിക്കുന്നു. ഈ പെട്ടകം ദീർഘനാളായി അബീനാദാമിന്റെ വീട്ടിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടകം കൊണ്ടുവരുവാൻ ദാവീദ് രാജാവ് യെരൂശലേമിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഭാഗത്തിന് 24-ാം സങ്കീർത്തനമായിട്ട് ബന്ധമുണ്ട്. പെട്ടകം കൊണ്ടുവരുന്നു. പെട്ടകം കൊണ്ടുവരുമ്പോൾ 6-ാം അധ്യായത്തിൽ കാണുന്നത് 2 ശമൂവേൽ പെട്ടകം കാളയുടെ പുറത്ത് വെച്ച് കെട്ടി. അതിൽ ആ പെട്ടകം കൊണ്ടുവരാൻ മുന്നിൽ നിന്നത് ആരാന്നറിയാമോ? 2 ശമൂവേൽ 6:4. അബീനാദാമിന്റെ വീട്ടിൽ നിന്ന്
ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോയപ്പോൾ അഹിയോം പെട്ടകത്തിന് മുൻപിൽ നടന്നു. മൂന്നാം വാക്യം കൂടെ അബീനാദാമിന്റെ വീട്ടിൽ നിന്ന് അബീനാദാമിന്റെ പുത്രന്മാരായ ഉസ്സയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. എല്ലാരും ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഒരു വലിയ ആത്മീയ മർമ്മം പറയാൻ പോവുക. മഹത്വത്തിന്റെ രാജാവ് എങ്ങനെ പ്രവേശിക്കുമെന്ന് പറയാൻ പോവുക. പെട്ടകം തെളിച്ചതാര്? ഉസ്സായും അഹിയോവും. ഇവരാരുടെ മക്കളാ? അബീനാദാമിന്റെ മക്കൾ. എത്ര വർഷം അബീനാദാമിന്റെ വീട്ടിൽ പെട്ടകം ഇരുന്നു? 20 വർഷം പെട്ടകം ഇരുന്നു. ഞാൻ എൻ്റെ ഭാവനയിൽ പറയുകയാണ്, ഈ പിള്ളേർക്ക് എത്ര വയസ്സ് കാണും? ഉസ്സയും അഹ്യോവും എത്ര വയസ്സ് കാണും? അമ്മ പറയുന്നത് 20 വയസ്സ്. ഓക്കെ, 20, 25, 30 എങ്ങനെയും ആകട്ടെ, ഞാനൊരു ചിന്ത കൈമാറാൻ പോവുക. ഈ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പം മുതൽ അവരുടെ വീട്ടിൽ എന്തോ ഉണ്ട്? പിതാക്കന്മാരെ, ഒരു ദൂത് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചോണം. കുഞ്ഞുങ്ങൾ ജനിച്ചപ്പം മുതൽ വീട്ടിൽ എന്തോ ഉണ്ട്? ഒരു സ്തോത്രം പറഞ്ഞേ. ഒരു ചിന്ത. ജനിച്ചപ്പം മുതൽ മക്കൾ എവിടാ? പെന്തക്കോസില. ജനിച്ചപ്പം മുതൽ മക്കൾ എവിടാ? പെന്തക്കോസില. 20, 30 വയസ്സുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ പെട്ടകം കൊണ്ടവെച്ചപ്പം അഹ്യോവിനും ഉസ്സയ്ക്കും എത്ര വയസ്സ് കാണും? കൊച്ചു പിള്ളേരാണെന്നിരിക്കട്ടെ. എന്തായാലും പെട്ടകം കൊണ്ടുവെക്കുമ്പോ ഈ പിള്ളേരെവിടെ ഉണ്ട്? അപ്പം കളിച്ചു നടക്കുന്ന പ്രായമാ. നേരം വെളുക്കുമ്പോൾ ഒരു വീട്ടിൽ കളി നടക്കും. വണ്ടി ഓടിക്കുന്നതൊക്കെ എവിടാന്നറിയാം? എവിടാ? നിങ്ങൾ പറ. 2 അടി നീളം, അതെ, 1.5 അടി വീതി, 1.5 അടി ഉയരം. ഈ പെട്ടകം വീട്ടിലിരിക്കുക. പിള്ളേർ വണ്ടിയൊക്കെ ഓടിക്കുമ്പോ ഈ പെട്ടകം എവിടെ ഇരിക്കുക? ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? അതിന്റെ പുറത്തൊക്കെ ഒന്ന് കയറി ഇരിക്കും. സാറ്റ് കളിക്കാൻ പോയിരിക്കുന്ന എവിടാ? സാറ്റ് കളിക്കാൻ പോയിരിക്കുന്ന എവിടാ? ശ്രദ്ധിച്ചേ. ഭയമില്ലാത്ത ഒരു തലമുറ, ദൈവഭയമില്ലാത്ത തലമുറ, കണ്ടുവളർന്ന തലമുറ, പെട്ടകം വീട്ടിലിരിക്കുന്നുണ്ട് വിലയില്ലാത്ത തലമുറ, അനുഭവമില്ലാത്ത തലമുറ. നിങ്ങളെ വിശദമാക്കാൻ സമയമില്ല. എന്നാൽ സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ 4:15 ഒരു വാക്കുണ്ട്. നമ്പേഴ്സ് ചാപ്റ്റർ 4:15. സംഖ്യ 4:15. വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും ഗലാത്യർ ചുമക്കുവാൻ വരണം. മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തുടരുത്. മതി. വിശുദ്ധമായതൊന്നും തുടരുത്. വിശുദ്ധമായതൊന്നും തുടരുത്. കഹാത്യര് പെട്ടകം ചുമക്കാൻ പറയുമ്പോൾ പെട്ടകത്തിൽ ആര് തുടരുത്? വിശുദ്ധമായത് വസ്തുവായതുകൊണ്ട് അത് തുടരുത്. പക്ഷേ ഇപ്പൊ പെട്ടകം എവിടെ ഇരിക്കുന്നേ? അബീനാദാമിന്റെ വീട്ടിൽ 20 കൊല്ലമായിട്ടിരിക്കുക. പിള്ളേരിത് കണ്ടു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുത്തി മരച്ചുമൊക്കെ ഇരിക്കുന്ന എവിടാ?
കണ്ണുനീരോടെ ഇത് കേൾക്കണം. ഞാൻ കഴിഞ്ഞ രാത്രിയിലൊക്കെ ഹൃദയം ഒന്ന് പടഞ്ഞുപോയി. ഓ, കുഞ്ഞു കളിക്കാനുള്ളതല്ല ദൈവത്തിന്റെ പെട്ടകം, കുഞ്ഞു കളിക്കാനുള്ളതല്ല ദൈവത്തിന്റെ സഭ. പ്രിയരേ, 20 കൊല്ലം ഇരുന്നു, വീട്ടിലിരുന്നത് കൊണ്ടും ഇത് കണ്ടും കേട്ടും ഒരു പേടിയില്ലാതായിപ്പോയി. ഒടുവിൽ പെട്ടകവുമായിട്ടിറങ്ങി സ്വന്തം വീട്ടിലിരുന്ന ആ പെട്ടകം കണ്ട പിള്ളേര് കാളപ്പുറത്തും വെച്ച് പോകുമ്പോൾ മൂത്ത മകൻ എന്ത് ചെയ്തു? മൂത്ത മകൻ കയറി. ഇന്ന് രാത്രി ഈ പകലിൽ ഞാൻ ഭയത്തോടെ വിളിച്ചു പറയുന്നു, ഈ പുസ്തകം എടുക്കുന്നത് ഭയത്തോടെ വേണം. ഈ പുസ്തകം എടുക്കുന്നത് ഭയത്തോടെ വേണം. ഈ കോമ്പൗണ്ട് ഗേറ്റിനകത്ത് ഈ പുസ്തകം ചുമ്മിക്കൊണ്ട് വരുന്നത് ഭയത്തോടെ വരണമെന്ന് ആത്മാവിൽ 2 ശമൂവേൽ 6 സാക്ഷി നിർത്തി വചന വെളിപ്പാടിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, സൂക്ഷിച്ചോണം. പുസ്തകമെടുക്കുന്ന സൂക്ഷിച്ചു വേണം. ദൈവസന്നിധിയിൽ മാന്യതയോടെ നിൽക്കണം. തലമുറയെ, കുഞ്ഞുങ്ങളെ, ദൈവത്തോടുള്ള ഭയം എവിടെ? കുഞ്ഞുങ്ങൾ നേരെ ഇരുന്നേ, കുഞ്ഞുങ്ങൾ നേരെ അവരെ നേരെ ഇരുത്തിക്കേ. യെസ്, ദൈവത്തോടുള്ള ഭയം എവിടെ? ദൈവത്തോടുള്ള ഭയം എവിടെ? യേശുവിന്റെ നാമത്തിൽ ശബഹതനരകല്ലിയ. എന്നാൽ ഇതേ പെട്ടകം സാന്ദർഭികവശാൽ, ഒക്കേഷണലി, ആ വാക്ക് കറക്റ്റ് ആയിരിക്കാം, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിലോട്ട് കൊണ്ടുവച്ചു. ആ മനുഷ്യന്റെ പേരാണ് ഓബേദ് ഏദോം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് വീട്ടിൽ വന്നപ്പം മുതൽ ഈ മനുഷ്യൻ മുട്ടുകുത്തി. കുഞ്ഞുങ്ങളെ അങ്ങോട്ട് അടുപ്പിച്ചില്ല. പെട്ടകത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. കുഞ്ഞേ, ഇത് ദൈവത്തിൻ്റെ പെട്ടകമാ. നിങ്ങൾക്കറിയാമോ, ഉസായിദെ തൊട്ട് മരിച്ചുപോയി. പ്രമാണം ഇങ്ങനെ, അശുദ്ധിയോടെ ഇതേ തൊടരുത്, വിശുദ്ധിയുള്ളവരെ തൊടാവുള്ളൂ എന്നൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈ മനുഷ്യന്റെ വീട്ടിൽ വചനം ഇങ്ങനെ പറയുന്നത്, 3 മാസം ഓബേദേദോമിന്റെ വീട്ടിൽ ഈ പെട്ടകം, only 3 months, only 3 months ഈ ഓബേദേദോമിന്റെ വീട്ടിലിരുന്നപ്പോൾ വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെസ്, chapter 6 verse 11, 2 ശമൂവേൽ. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദേദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്ന് യഹോവ ഓബേദേദോമിനെ അവന്റെ കുടുംബത്തെയും, അപ്പനെ അനുഗ്രഹിച്ചു, മക്കളെയും അനുഗ്രഹിച്ചു. ചരിത്രം ഇങ്ങനെ പറഞ്ഞു, അവന്റെ തലമുറയെല്ലാം അതിപ്രാപ്തന്മാരായി, ശാസ്ത്ര കുലത്തിലുള്ളവരായി. തലമുറകൾ അതിപ്രാപ്തിയുള്ളവരായി. കാരണം എന്നറിയാം, ഭയത്തോടെ തൊട്ടു. 20 വർഷം ഇരുന്നിട്ട് ഒരു ഗുണമില്ലാതെ പോയപ്പോ 3 മാസം കൊണ്ട് അത്ഭുതം കണ്ടു. 3 മാസം കൊണ്ട് കുടുംബത്തിന്റെ സ്ഥിതി മാറി. 3 മാസം കൊണ്ട് തലമുറയുടെ സ്ഥിതി മാറി. യെസ്, വിശുദ്ധിയോടെ ചുമന്നാൽ, വിശുദ്ധിയോടെ കർത്താവിനെ സേവിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ മാനിക്കും. എനിക്ക് സമയങ്ങൾക്ക് ഒത്തിരി പരിമിതി ഞാൻ മുൻപിൽ കണ്ടുകൊണ്ട് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. അങ്ങനെ ഓബേദേദോമിന്റെ വീട്ടിൽ നിന്ന് ഈ പെട്ടകവുമായി ദാവീദ് എന്ത് ചെയ്യുന്നു? കടന്നു വരുന്നു. പെട്ടകത്തിന് മുമ്പിൽ എങ്ങനെ നൃത്തം ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നറിയാമോ? പൂർണ്ണ ശക്തിയോടെ നൃത്തം ചെയ്തു. പൂർണ്ണ ശക്തിയോടെ നൃത്തം ചെയ്തു. ഇത് കണ്ടിട്ട് ഭാര്യ എന്തോ പറഞ്ഞെന്നറിയോ?
ഹൃദയത്തിൽ നിന്ദിച്ചു. അരുത്. തുള്ളുന്നവർ തുള്ളട്ടെ. എന്തിനാ ഇത്രയും തുള്ളുന്നോന്ന് ചോദിക്കരുത്. ചാടുന്നവർ ചാടട്ടെ. അവരുടെ അനുഭവത്തിൽ ചാടുന്നതാ. എന്നെ പുൽപ്പുറത്തു നിന്ന് എടുത്തോണ്ട് വന്നേച്ച് എന്നെ മാനിച്ച ദൈവത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കുമെന്ന് പറഞ്ഞ് ഭക്തൻ പറഞ്ഞു, ഞാൻ ഇനി എന്തു ചെയ്യും? അച്ഛാ സ്തുതിച്ചോണ്. നാട്ടുകാർ അപമാനിച്ചാലും സ്തുതിച്ചോണം. അമ്മാമ്മ സ്തുതിച്ചോണം. തുള്ളിക്കോണം. ജാഗരിച്ചോണം. ആരാധന കുറയ്ക്കരുത്. അപമാനം വന്നാൽ ആരാധന കുറയ്ക്കരുത്. യേശു കർത്താവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആരാധന കുറയരുത്. സ്തോത്രം കുറയരുത്. സ്തുതി കുറയരുത്. ഈ പെട്ടകം യെരൂശലേമിലേക്ക് വരുമ്പോൾ ദൈവാലയ കവാടത്തിൽ വിളിച്ചു പറഞ്ഞ വാക്കാണെന്നാ പറയുന്നത്. ഏതാ? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേൻ. വചനം ചോദിക്കുന്നു, ഹൂ ഈസ് ഹി? അവൻ ആരാകുന്നു? ദ കിങ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ രാജാവ്. ദ കിങ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ രാജാവ്. യെസ്, ആ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് ജനം വിളംബരം ചെയ്തുകൊണ്ട് വാവിട്ട് പറയുന്നു. The King of Glory, the Almighty, He is the King of Glory. അവനാകുന്ന മഹത്വത്തിന്റെ രാജാവ്. അങ്ങനെയാണെങ്കിൽ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കണേൽ എന്തോ വേണം? വിശുദ്ധിയുള്ളിടത്തെ പ്രവേശിക്കത്തുള്ളൂ. ഈ ആലയത്തിനകത്ത് പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കോമ്പൗണ്ടിനകത്ത് വിശുദ്ധിയോടെ കയറണം. ഒരു പാപി കയറിയാൽ അവൻ മാനസാന്തരപ്പെടണം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഒരു പിന്മാറ്റക്കാരനോ യഥാസ്ഥാനപ്പെടുന്നവനോ കേറി വചനം കേട്ട് രൂപാന്തരപ്പെട്ട് കണ്ണുനീരോടെ മടങ്ങി അടുത്ത ആഴ്ച അനുതാപത്തോടെ വരണം. അതാ സംഭവിക്കേണ്ടത്. വചനം കേൾക്കുമ്പോൾ മാറ്റമുണ്ടാകണം. ഇതാ പെട്ടകവുമായിട്ട് വരുമ്പോൾ ജനം ആർക്കുന്നു, വിളിച്ചു പറയുന്നു, മഹത്വത്തിന്റെ രാജാവ് ആര്? മഹത്വത്തിന്റെ രാജാവ് ആര്? Who is he? Who is the King of Glory? Yes, അവനാകുന്ന മഹത്വത്തിന്റെ രാജാവ്. ആ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇന്ന് പകൽ ആ മഹത്വത്തിന്റെ രാജാവിനെ സ്വീകരിക്കാൻ എത്ര പേര് തയ്യാറാകും? മനസ്സിലായെങ്കിൽ, ഇതുവരെ പറഞ്ഞ് മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പോൾ പെട്ടകം വരുമ്പോൾ, എന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാ, പുതിയ നിയമത്തിന് നല്ല യേശു കർത്താവിനെ ആരാധിക്കാൻ വരുമ്പോൾ, യേശുവിന്റെ മുഖം കാണുമ്പോൾ, കർത്താവിനെ ആരാധിക്കാൻ വരുന്നവൻ വിശുദ്ധിയോടെ വന്നിട്ട് പറയണം, വാ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. തഴക്കവും പഴക്കവുമുള്ള ഉസ്സമാരയല്ല സഭയ്ക്ക് ആവശ്യം. ആമേൻ. ഭയമില്ലാത്ത ഉസ്സമാരയല്ല ആവശ്യം. കണ്ടു വളർന്നവരെയല്ല ആവശ്യം. മറിച്ച് ഭയമുള്ള ഒരു തലമുറയെ കാലഘട്ടത്തിന് ആവശ്യം. ദൈവഭയമുള്ള തലമുറ വരട്ടെ. ദൈവഭയമുള്ള തലമുറ എഴുന്നേൽക്കട്ടെ. ദൈവത്തെ ഭയപ്പെടുന്ന തലമുറ എഴുന്നേൽക്കട്ടെ. പെട്ടകത്തിന് മുമ്പിൽ കമണ്ട് വീഴുന്നവർ എഴുന്നേൽക്കട്ടെ. വിശുദ്ധിയുള്ള തലമുറ എഴുന്നേൽക്കട്ടെ. ഈ ദേശത്ത് എഴുന്നേൽക്കട്ടെ. വിശുദ്ധിയുള്ള തലമുറ എഴുന്നേൽക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ വിളി അതായിരുന്നു. പഴയ നിയമത്തിൽ ഞാനൊരു 3 കാര്യം തൊട്ട് പറയാം. ഇത് പറഞ്ഞ മെസ്സേജ് അവസാനിപ്പിക്കാൻ കഴിയത്തുള്ളൂ. 3 ചിന്തയാ, വിശദമാക്കത്തില്ല. യേശു പ്രവേശിച്ച കാര്യം,
ചില കവാടങ്ങൾ നമുക്കറിയാം. യേശു കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന ഒരു സംഭവം മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നു. മർക്കോസ് 11-ൽ രേഖപ്പെടുത്തുന്നു. അവിടെയൊക്കെ കാണുന്ന ഒരു കാര്യമുണ്ട്. സക്കറിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞൊരു വാക്കാണ്. ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സക്കറിയ മത്തായി സുവിശേഷം 21:4. സിയോൻ പുത്രി കയറി വരുന്നു. ശ്രദ്ധിക്കുക, പഴയ നിയമത്തിൽ പെട്ടകവുമായിട്ട് വന്നെങ്കിൽ പുതിയ നിയമവിശ്വാസിയെ യേശു എവിടേക്ക് വരുന്നു? യേശു ദൈവാലയത്തിലേക്ക് വരുന്നു. യെരൂശലേം ലക്ഷ്യമാക്കി വരുന്നു. കഴുതക്കുട്ടിയുടെ പുറത്ത് വരുന്നു. സക്കറിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. യേശു ജനിക്കുന്നതിന് 7 പതിറ്റാണ്ട് മുമ്പ് വിളിച്ചു പറഞ്ഞു, സിയോൻ പുത്രി എങ്ങനെ വരും? മോനെ, യേശു കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞ വാക്യമാണ്. നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്ത് 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് സക്കറിയ വിളിച്ചു പറഞ്ഞു യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് വരുമെന്ന്. ഈ കഴുതക്കുട്ടിയുടെ പുറത്ത് വന്നപ്പോൾ അവർ പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? ദാവീദ് പുത്രന് ഹോസന്ന, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. അതെ, ദാവീദ് പുത്രന് ഹോസന്ന. ശ്രദ്ധിച്ചേ, അങ്ങനെയാണെങ്കിൽ മഹത്വത്തിന്റെ രാജാവ് വരുമ്പോൾ വീതി എങ്ങനെയുള്ളതാക്കി? പറ. എനിക്ക് യെശയ്യാ 41-ലൊക്കെ പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടക്കത്തില്ല. വീതി എങ്ങനെയുള്ളതാക്കി? ആർക്കും അറിയത്തില്ലേ? അവരുടെ വസ്ത്രങ്ങളെ വിരിച്ചു, കൊമ്പുകൾ വെട്ടി വഴിയിൽ വിതറി. എന്തിന്? മഹത്വത്തിന്റെ രാജാവിനെ സ്വീകരിപ്പാൻ. സഭയെ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നീ സ്വീകരിക്കാൻ ഒരുങ്ങിയോ? കർത്താവിന് വേണ്ടി എന്തായാലും ചെയ്തോ? ഒരു ചെറുവിരൽ അനക്കിയോ? ഉപവസിച്ചു പ്രാർത്ഥിച്ചോ? കർത്താവിന് വേണ്ടി എന്തായാലും ചെയ്തോ? കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, നീ വിരിച്ചോ? നീ വിരിച്ചോ? മശിഹയെ സ്വീകരിപ്പാൻ ഒരുങ്ങിയോ? ജീവിതം ക്രമപ്പെടുത്തിയോ? താഴ്മ വന്നോ? വിനയം വന്നോ? ഞാൻ ഒരു വാക്കൂടെ കടുപ്പിച്ചു പറയുന്നു. തിരുമേശ കഴിഞ്ഞ് എല്ലാവരും ചുമ്മനം കൊടുത്ത് പരസ്പര സ്നേഹത്തോടെ ഐക്യതയോടെ മടങ്ങണം. ഈ മാസം അത്ഭുതത്തിന്റെ മാസമാകും. എന്താ വീട്ടിനകത്തൊരു നന്മ വരാത്തന്നറിയാമോ? സ്വീകരണം ശരിയായില്ലെന്നേ. മശിഹയെ നീ സ്വീകരിക്ക്. എന്നിട്ട് പറയുകയാണ്, യെരൂശലേമിലേക്ക് വരുമ്പോൾ അവിടെ മുമ്പേ ഞാൻ പറഞ്ഞ കീജെ വിളി എന്താ പറയുന്നത്? നഗരം ഇളകി. അടുത്തത് പുരുഷാരം ആർത്തു. യേശു വന്നപ്പോൾ പുതിയ നിയമസഭയെ ഇന്നിവിടെ എന്താ സംഭവിക്കേണ്ടതെന്നറിയാമോ? യേശു വന്നിട്ടുണ്ട്. മഹത്വത്തിന്റെ രാജാവ് ഇങ്ങോട്ട് വരട്ടെ. നാം എന്ത് ചെയ്യണം? ആർപ്പിടണം. ദാവീദ് പുത്രന് ഹോസന്ന, ദാവീദ് പുത്രന് ഹോസന്ന. ഹോസന്ന എന്ന വാക്ക് 118-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നു: യഹോവേ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് ശുഭത നൽകണമേ. ഹോസന്ന എന്ന വാക്ക് വിളിച്ചു പറയുമ്പോൾ പ്രക്ലെയിം ചെയ്യുന്ന അതാണ്. എന്താ? യഹോവേ രക്ഷിക്കണം. മഹത്വത്തിന്റെ രാജാവ് വരുമ്പോൾ പറയേണ്ടി അതാണ്. എന്താ? യഹോവേ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് ശുഭതയുണ്ടാകണമെങ്കിൽ, നന്മ വരണമെങ്കിൽ മശിഹയെ സ്വീകരിക്കണം. യേശു അകത്ത് വരണം. യേശു അകത്ത് വരണം.
ദാവീദ് പുത്രന് ജയ് പറയണോ, അകത്തേക്ക് വരട്ടെ എന്ന് പറയണം. വചനം മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? തല ഉയർത്ത്. കർത്താവ് വരട്ടെ, കർത്താവ് പ്രവേശിക്കട്ടെ. ഓ, മരച്ചില്ലകൾ വെട്ടി പരവതാനികൾ വിരിച്ചതുപോലെ നിന്റെ ജീവിതം ക്രമപ്പെടുത്തി വീട്ടിനകത്ത് യേശു വരട്ടെ. എത്ര നാളായി പെട്ടകമിരിക്കുന്നു? മാറാലി പിടിച്ചിരിക്കുകയല്ലേ, ചുക്കലി പിടിച്ചിരിക്കുകയല്ലേ? പ്രാർത്ഥനാ മുറി തൂത്തുവാരെ, അറക്കകത്ത് കയറ്. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി വാതിൽ അടയ്ക്ക്. മശിഹ പ്രവേശിക്കട്ടെ. തല ഉയർത്ത്. മഹത്വത്തിന്റെ രാജാവ് വരട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ബലവാൻ വരട്ടെ. ഞാനിങ്ങനെ ചേർത്ത് പറയാം. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഞാൻ 3-ാമത്തെ ഒരു ചിന്ത പറയുകയാണ്. ആദ്യം പഴയ നിയമത്തിൽ നിന്നൊരു ചിന്ത പറഞ്ഞു, ഇപ്പോൾ 2-ാമത് പറഞ്ഞത് യേശു കർത്താവ് യാത്ര ചെയ്ത് വന്നപ്പോൾ പറഞ്ഞത്. ഞാൻ മറ്റൊരു വാതിൽ കാണിച്ചു തരാം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യത്തിൽ, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 20 verse 70, യേശു അവളോട്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. ഞാനൊരു ചിന്ത കൈമാറുന്നു. ഞാൻ ഇതുവരെ കയറിപ്പോയില്ല, ഞാൻ പോകും. കയറിപ്പോകുന്നു. കയറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഉണ്ട്. ഞാൻ കയറിപ്പോകുന്നു, അവിടെ എന്തോ ഉണ്ട്. There should be a door. സ്വർഗത്തിന്റെ വാതിൽ. മഹത്വത്തിന്റെ രാജാവ് അങ്ങോട്ട് പ്രവേശിച്ചു. എത്ര പേര് ഇത് ഏറ്റെടുക്കുന്നു? മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ കയറി പോകുന്നു. അപ്പോൾ സ്വർഗത്തിന് എന്തോ ഉണ്ട്? ഒരു വാതിലുണ്ട്. ആ വാതിലിലേക്ക് കയറിപ്പോകുന്നു. മശിഹ ഉയർത്തെഴുന്നേറ്റ് കയറിപ്പോയി. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാനവിടെ വിശദമാക്കുന്നില്ല. എന്നാൽ മറ്റൊരു വാതിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണിക്കുന്ന, അത് നമ്മുടെ തല ഉയർത്തിക്കുന്ന വാതിലാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. വെളിപ്പാട് 3:20, റെവലേഷൻ ചാപ്റ്റർ 3 verse 20. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ. ഇവിടെയും കാണുന്നു എന്തുവാ? നിർത്താം. ഒരു വാതിൽ കാണുന്നു. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഒരു വാതിൽ മുട്ടുന്നു. ഈ വാതിൽ ഏതാ? യെസ്, മനസ്സിലായവർക്കായി സ്തോത്രം. ഏത് വാതിലാ ഇത് സഹോദരിമാരെ? ഹൃദയവാതിൽ. ഈ ദൂതിന്റെ സമാപന ഭാഗം. ഏത് വാതിലാ കർത്താവ് പ്രവേശിക്കേണ്ടത്? The gate of our hearts, the door of our hearts. Are you ready to open? നീ തുറന്നു കൊടുക്കാൻ അതെ സന്നദ്ധനാണോ? ഹൃദയത്തിന്റെ വാതിൽ കർത്താവ് പ്രവേശിക്കണം. ഹൃദയത്തിന്റെ വാതിൽ കർത്താവ് പ്രവേശിക്കണം. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹൃദയത്തിന്റെ വാതിൽ. ഒരു വാക്യം പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു. മകനെ, എന്റെ ഹൃദയം എനിക്ക് തരിക. സദൃശവാക്യത്തിൽ ഓർപ്പിക്കുന്ന വാക്ക്.
നിന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുക്കാമോ? വാതിൽ തുറന്നു കൊടുക്കാമോ? Open your heart. നിന്റെ ഹൃദയം തുറന്നു കൊടുക്കാമോ? മഹത്വത്തിന്റെ രാജാവിന് കയറാൻ അവിടെ അത്ഭുതം നടക്കും. ആ വീട്ടിനകത്ത് അത്ഭുതം നടക്കും. ആ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കും. ആമേൻ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? Are you ready? ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. അത് നമ്മുടെ കട്ടളവാതിലല്ല, യെരൂശലേമിന്റെ വാതിലല്ല, സ്വർഗത്തിന്റെ വാതിലല്ല, മറിച്ച് ഹൃദയത്തിന്റെ വാതിൽ തുറക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? കർത്താവ് നിന്നെ കൈവിടത്തില്ല. ഈ ആരാധനയ്ക്ക് വന്നേച്ചാരും ബലഹീനരായി പോകരുത്. കർത്താവ് നിന്നെ വെറുതെ അയക്കത്തില്ലെന്നേ. യെസ്, ഈസ് നോക്കിംഗ്, ഈസ് നോക്കിംഗ് until you open. നീ ഓപ്പൺ ചെയ്യുന്നവരെ അവൻ കൊട്ടിക്കൊണ്ടിരിക്കുന്നു. മാനസാന്തരപ്പെടാത്തവരോട് പറയുന്നു, നീ മാനസാന്തരപ്പെടാൻ നോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വാതിൽ തുറന്നു കൊടുക്കാൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കാൻ പറയുന്നു. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കാൻ പറയുന്നു. യെസ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയെ ക്രമപ്പെടുത്ത. ആർ യു റെഡി? നീ തുറന്നു കൊടുക്കാൻ തയ്യാറാണോ? നിരാശയിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഹൃദയവാതിൽ തുറന്നു കൊടുക്ക്. മുട്ടുമ്പോൾ കർത്താവ് തുറക്ക്. ഒരു പുതിയ വഴിക്ക് വേണ്ടി തുറക്കാൻ തയ്യാറാകാമോ? ഒരു പുതിയ വഴിക്ക് വേണ്ടി തുറക്കാൻ തയ്യാറാകാമോ? എത്ര പേർ ഇന്ന് പകൽ തുറക്കുന്നു? ദൈവിക സ്പർശനങ്ങളെ വ്യാപരിക്കുന്നു. വാസപ്രാർത്ഥനയുടെ സമാപനത്തെ. യെസ്, യെസ്, the wind is moving. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് മൂവ് ചെയ്യുന്നു. യെസ്, ആത്മസാന്നിധ്യം അനുഭവിക്കുന്നു. യെസ്, പരിശുദ്ധാത്മ തീ ഇറങ്ങി വരട്ടെ. The fire is falling. യെസ്, പരിശുദ്ധാത്മ ശക്തി വീഴട്ടെ. പരിശുദ്ധാത്മ തീ വീഴട്ടെ. Are you ready to open? Open your heart. ഹൃദയത്തിന്റെ വാതിൽ തുറക്ക്. തല ഉയർത്ത്, തല ഉയർത്ത്. യേശു കർത്താവിന്റെ നാമത്തെ എല്ലാവരും കരമടിച്ച്. കുഞ്ഞുങ്ങളാരും മൗനമായിട്ടിരിക്കരുത്, അലക്ഷ്യമായിട്ടിരിക്കരുത്. കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു. തല ഉയർത്ത്. വാതിലുകളെ, ഹൃദയവാതിൽ ഉയർത്ത്. സൽക്കര വരവര വരവല വരവല ഘടകലക, ധീവര വലവര വലവര വലവല ഘടകലക. ഹോ ജീസസ്. ഈ വചനം എത്ര പേര് വിശ്വസിക്കുന്നു? വാതിൽ, ഹൃദയത്തിന്റെ വാതിൽ തുറക്കണം. ഇടുങ്ങിയ ചിന്താഗതി മാറ്റണം. കുശുമ്പ് മാറ്റണം. അസൂയ മാറ്റണം. പക എടുത്ത് കളയണം. ദേഷ്യമെടുത്ത് കളയണം. കോപമെടുത്ത് കളയണം. കഴുക. ഹൃദയവാദികൾ കർത്താവ് മുട്ടുന്നു. 20 കൊല്ലമായില്ലേ? എന്തായാലും വിശേഷമുണ്ടായി. മൂത്ത മോന്റെ ശവമടക്കം നടത്തിയത്. ഒരിക്കലും ഒരൊറ്റ കുടുംബത്തിൽ ഉണ്ടാകരുത്, ഒരൊറ്റ വീട്ടിൽ ഉണ്ടാകരുത്. മറിച്ച് 3 മാസം ഇരുന്നുള്ളെങ്കിലും അത് അനുഗ്രഹത്തിന്റെ മാരിയായിരുന്നു. അബീനാദാമിന്റെ വീട് തുറന്നത് രക്ഷപ്പെട്ടില്ല, എന്നാൽ ഓബേദെദോമിന്റെ വീട് തുറന്ന് അനുഗ്രഹിക്കപ്പെട്ടു. Are you ready to open your heart? ഹൃദയത്തിന്റെ വാതിൽ, the gate of your heart. Open your heart. Open the door of your heart. ഹൃദയത്തിന്റെ വാതിൽ തുറന്ന് സകല അശുദ്ധിയും നീക്കി, സകല മലിനതയും നീക്കി യേശുവിനകത്തിടം കൊടുക്ക. തമ്പിയുടെ ഹൃദയം കണ്ടിട്ടുള്ള, അട്രാക്റ്റ് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? തമ്പിയുടെ ഹൃദയം ചാടിപ്പോകുന്ന അസൂയയും പകയും ദേഷ്യവും വിദ്വേഷവും. ഡിസംബർ 7 മുതൽ
ഒരു ശുദ്ധ ഹൃദയമുണ്ടാകണം. ഇനി അകത്ത് യേശു വരുമ്പോൾ വഴി തുറക്കുകയാണ്, അത്ഭുതം സംഭവിക്കുകയാണ്. യെസ്, വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? രോഗികൾക്ക് സൗഖ്യം വരട്ടെ. ഹൃദയം തുറന്നു കൊടുക്കേ. നിന്റെ ഹൃദയമെന്ന് യെസ്, ഒരു ആൻജിയോപ്ലാസ്റ്റിയും ചെയ്തല്ല, ഒരു ഓപ്പൺ സർജറിയും ചെയ്തല്ല. ഹൃദയത്തിനകത്തെ ബ്ലോക്കുകൾ ഇന്ന് പകൽ മാറും. ഓപ്പൺ യുവർ ഹാർട്ട്. ഹൃദയത്തിന്റെ വാതിൽ തുറക്ക്, ഹൃദയത്തിന്റെ വാതിൽ തുറക്ക്. അസ്ഥികളിൽ ഫ്ലൂയിഡ് ഇല്ലാതെ, മുട്ടിന്റെ മടക്കാൻ വയ്യാതെ ഭാരപ്പെടുന്നവർ, ഓ ശരീരത്തിൽ ബലഹീനത അനുഭവിക്കുക, യേശു ശരീരത്തിലോട്ട് വരട്ടെ. ഹൃദയത്തിനകത്ത് യേശു കയറട്ടെ. രോഗികൾക്ക് സൗഖ്യം വരട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ഇത് ഉപവാസ പ്രാർത്ഥനയുടെ സമാപനം, 7ന്റെ സമാപനം. ഓ ചത്തവരെ പോലെ കുത്തിയിരിക്കാതെ കരമടിച്ച് ആരാധിച്ച് ഹൃദയത്തിനകത്ത് വാതിൽ തുറന്ന് യേശുവിന്റെ ശക്തി ഏറ്റെടുത്ത് ആത്മാവിൽ മടങ്ങട്ടെ. ഓപ്പൺ ഓപ്പൺ ദ ഡോർ. തല ഉയർത്ത്, വാതിലേ, ഹൃദയ വാതിലേ, തല ഉയർത്ത്, തല ഉയർത്ത്, തല ഉയർത്ത്. അന്തര വന്തല ഊട ചൂട പരവ അരക ചവര, തല ഉയരട്ടെ. പകർച്ച ഹൃദയവാതിൽ തുറക്കപ്പെടട്ടെ. ഹൃദയത്തിന്റെ വാതിൽ തുറക്കപ്പെടട്ടെ. വാതിൽ, ഓപ്പൺ യുവർ ഹാർട്ട്. ഹൃദയം തുറക്ക, തുറക്ക. രാജാവ് പ്രവേശിക്കട്ടെ. കർത്താവ് ഇറങ്ങട്ടെ. ഓ ശക്തി വ്യാപരിക്കട്ടെ. വിട്ടുകൊടുക്ക. അകത്ത് കർത്താവ് ഇറങ്ങട്ടെ. അവനെ വട്ടിരിക്കാതെ ആരാധിക്ക. ദൈവത്തെ സ്തുതിക്ക. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈസ് റെഡി. പക്ഷെ തുറക്കേണ്ടത് നമ്മളാ. ഞാൻ വാതിക്കൽ നിന്ന് വാതിൽ തുറന്നാൽ അകത്ത് വരും. ഈ പകൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ വീടിന്റെ വാതില്, എൻ്റെ ഹൃദയത്തിന്റെ വാതില്. യെസ്, കം, ഐ ആം റെഡി ടു റിസീവ്. എൻ്റെ വീട്ടിനകത്ത് വാ കർത്താവേ. ഓ എൻ്റെ ഉള്ളിലേക്ക് വാ കർത്താവ്. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ഇന്ന് മുതൽ എനിക്കിനി ലോക ഇമ്പമല്ല. എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നു. കർത്താവ് എന്നിൽ വസിക്കണം, എൻ്റെ വീട്ടിൽ വസിക്കണം. ഓ യെസ്, എല്ലാവരും അക്കരങ്ങളും ഉയർത്തിപ്പിടിച്ചു. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? ഒന്ന് വിളിക്കുമോ? ഓ ശബനഹദരി ഗലഗ ദിബാരക ശകേനറ ബലഗഡഗ
ഒന്ന് നിർബന്ധിച്ചേ വാതില്, ഹൃദയത്തിന്റെ വാതിലെ തല ഉയർത്ത, ഹൃദയത്തിന്റെ വാതിലിന്റെ തല ഉയർത്ത, ഹൃദയത്തിന്റെ വാതിൽ തുറക്ക. ശൂന്യതകൾ മാറട്ടെ, കർത്താവ് വരട്ടെ, അകത്ത് കയറട്ടെ, ഭാരങ്ങൾ മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, വരട്ടെ, അകത്തേക്ക് വരട്ടെ, കർത്താവ് വരട്ടെ, കർത്താവ് വരട്ടെ, കർത്താവ് വരട്ടെ. തല ഉയർത്ത്, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചേ, എല്ലാ കരങ്ങളും ഉയർത്തി പ്രാർത്ഥിച്ചേ. കർത്താവ് വരട്ടെ, കൂടെ പാർക്കട്ടെ. ഓ യേശുവിന്റെ നാമത്താൽ, യേശു കർത്താവിന്റെ നാമത്താൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കരങ്ങൾ താത്തിട്ടാട്ടെ. എന്നോട് കർത്താവ് സംസാരിച്ചു. എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കും. എനിക്കൊരു വിശുദ്ധ ജീവിതം വേണം. അല്ല, ഞാൻ യേശുവിന് വേണ്ടി എൻ്റെ വാതിൽ തുറന്നു കൊടുക്കും. ഹൃദയവാതിൽ തുറന്നു കൊടുക്കുന്നു. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തിയാട്ട്. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. എൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുന്നു. എനിക്ക് യേശുവിനെ വേണം. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ തുറന്നു കൊടുക്കുന്നു. 2, എൻ്റെ ഹൃദയം അടയപ്പെട്ട അനുഭവമാണ്, തകർക്കപ്പെട്ട അനുഭവമാണ്, നിരാശയാണ്. ഇന്ന് പകൽ എൻ്റെ ഹൃദയം ഞാൻ തുറക്കുന്നു. ഒരു വിശുദ്ധ ജീവിതത്തിന് കർത്താവ് എൻ്റെ കൂടെ പാർക്കണം. അതിന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്തിയാട്ട്. കർത്താവ് എൻ്റെ കൂടെ വസിക്കണം. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ തുറക്കുന്നു. എൻ്റെ വീട്ടിനകത്ത് യേശു വേണം. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിക്കൽ യേശു തുറക്കണം. യെസ്, ഞാൻ തയ്യാറാകുന്നു, തുറന്നു കൊടുക്കുന്നു, വന്ന് പാർക്കണം. അങ്ങനെയുള്ളവർ കരമുയർത്തിയാട്ട്. പിതാവേ, ജനത്തെ അനുഗ്രഹിക്കുന്നു, ജനത്തെ അനുഗ്രഹിക്കുന്നു. സഭ മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ, വിശുദ്ധിയിലേക്ക് വരട്ടെ, മാതൃകയിലേക്ക് വരട്ടെ, മാന്യതയിലേക്ക് വരട്ടെ. വാതിൽ തുറക്കപ്പെടട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. Lord of Kings, മഹത്വത്തിന്റെ രാജാവ്, the Lord of Glory. കുടുംബങ്ങളിൽ, സഭയിൽ വസിക്കട്ടെ. ഈ വചനങ്ങളിൽ അനുഗ്രഹമാകട്ടെ. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളും അടയ്ക്കട്ടെ. കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ക്രൂശിലേക്ക് നോക്കി, ശരീരം തകർക്കപ്പെട്ടും പുറമുഴവ് ചാല് പോലെ കീറപ്പെട്ടും ഗൊൽഗോത്ത മലമുകളിലേക്ക് നടന്നു നീങ്ങുന്ന യേശു കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് ക്രൂശിൽ 3 ആണിമേൽ കിടക്കുമ്പോഴും ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ച പിതാവിനെ എല്ലാം പരമേൽപ്പിച്ച് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. പ്രിയരെ, സമയപരിമിതിയിൽ പ്രബോധനങ്ങൾ ചുരുക്കട്ടെ. എങ്കിലും ഇതിൽ പങ്കെടുക്കുന്നവരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുകയോ അതിൽ വിശ്വസിക്കുകയോ ചെയ്യുകയും വേർപാട് അനുഷ്ഠിക്കുകയും അപ്പോൾ തന്നെ അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കുകയും പ്രാർത്ഥനയിൽ ജാഗരണത്തിൽ ആയിരുന്നു ദൈവസഭയെ സ്നേഹിക്കുകയും ദൈവസഭയോട് കൂറും കടപ്പാട് തികഞ്ഞ അതേ കടപ്പാടുകൾ ഉള്ളവരായിരിക്കണം ഇതിൽ പങ്കെടുക്കേണ്ടത്. വിശുദ്ധ ജീവിതം ചെയ്യാത്തവർ ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ആഭരണധാരികളുണ്ടെങ്കിൽ ഒഴിഞ്ഞിരിക്കണം. ഏതെങ്കിലും തിന്മ പ്രവർത്തിച്ചിട്ട് ഇതിൽ കൈനീട്ടരുത്. വളരെ പ്രാഗൽഭ്യത്തോടെ ഇതിൽ പങ്കുചേരാം. വചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവിടുന്ന് അപ്പം കരങ്ങളിലെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രവും കരങ്ങളിലെടുത്ത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തത്തിൽ പുതുനിയമമാകുന്നത് കുടിക്കുമ്പോഴൊക്കെ ഞാൻ വരുവോളം
എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പിന്നത്തേതിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച പൗലോസ്ലീഹ ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്: ഇതിൽ പങ്കെടുക്കുന്നവർ വിശുദ്ധിയോടെ പങ്കെടുക്കണം, പ്രാഗൽഭ്യത്തോടെ പങ്കെടുക്കണം. നിങ്ങൾ തന്നെ താൻ വിവേചിക്കണം. മനുഷ്യൻ തന്നെ താൻ വിവേചിച്ചിട്ട് വേണം ഈ തിരുമേശയിൽ പങ്കുചേരുവാൻ. അങ്ങനെ തന്നെ താൻ വിവേചിക്കുന്നില്ല എങ്കിൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, ചിലർ നിദ്ര കൊള്ളുന്നു. പ്രിയരെ, ഇത് പ്രാഗൽഭ്യമില്ലാതെ ഭക്ഷിച്ചാൽ ചിലപ്പോൾ രോഗികളാകും, ചിലപ്പോൾ ബലഹീനരാകും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. വിശുദ്ധയില്ലാതെ ഇതിൽ കൈനീട്ടിയാൽ ഇതിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ചിലപ്പോൾ മരണമായിരിക്കും വരുന്നത്. ആകയാൽ ഒരിക്കൽ കൂടെ നമ്മെ തന്നെ ശുദ്ധീകരിക്കാം, പ്രാഗൽഭ്യത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. അപ്പോൾ തന്നെ മറുവശം, പ്രാഗൽഭ്യത്തോടെ പങ്കുചേർന്നാൽ ബലഹീനരാകുകയല്ല, ബലമുള്ളവരാകും, ശക്തിയുള്ളവരാകും. അതെ, കർത്താവിൻ്റെ ശക്തി ശരീരത്തിൽ വ്യാപരിപ്പാനിടയാകും, മരണങ്ങൾ മാറുവാനിടയാകും, രോഗങ്ങൾ നീങ്ങുവാനിടയാകും. ആകയാൽ താഴ്മയോടെ, വിനയത്തോടെ, പ്രാഗൽഭ്യത്തോടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ക്രൂശിനെ ധ്യാനിക്കാം. ക്രൂശിന്മേ കാണുന്ന ദാരിദാ, ക്രൂശിന്മേ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. പ്രിയരെ, ഈ അപ്പത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയാണ്. ആ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. പുറത്ത് മാംസകഷ്ണങ്ങളില്ല, തലയിൽ മുൾക്കിരീടം, കാലുകളും കൈകളും ആണികളാൽ തറയ്ക്കപ്പെട്ടു, മുഖത്തെ രോമം പിഴുതെടുത്തു, കന്നത്തടിച്ചു തുപ്പി. ആ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ പ്രാണവായുവിനായി കേഴുന്നു. നൊമ്പരങ്ങളെല്ലാം സഹിച്ചിട്ട് കർത്താവ് പറയുന്നു, മാനവജാതിയെ നോക്കിക്കൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നതിന്നതേ അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ആ ക്രൂശിലെ സ്നേഹം, ചേർത്ത് നിർത്തുന്ന സ്നേഹമോർത്ത് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. സ്തോത്രം, സ്തോത്രം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം,
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വീണ്ടെടുപ്പിനായി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട പുണ്യാഗ ശരീരത്തിൻ്റെ ഓർമ്മ വാങ്ങി പങ്കിട്ട് കൊള്ളുവേൻ. ആത്മാവേ, പാപത്തിൻ കാഴ്ച നീ കാണുക. ആത്മാവേ, പാപത്തിൻ കാഴ്ച നീ കാണുക. ദൈവത്തിൻ പുത്ര നീ ശാപത്തിൽ ആയല്ലോ. ദൈവത്തിൻ പുത്ര നീ ശാപത്തിൽ ആയല്ലോ. കാണുന്ന ദാരിദ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദ, പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ക്രൂശിന്മേൽ കാണുന്ന ദാരിദ, ക്രൂശിന്മേൽ ഒരുക്കത്തോടുകൂടെ വന്നിട്ട് അപ്പം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ലഭിച്ചുവെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം.
കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. പീലാത്തോസിന്റെ കൽത്തലങ്ങളിൽ അല്ല ഗത്സമന മുതൽ ചോര പിടിച്ചുകൊണ്ടിരിക്കും. ഓരോ അടികൾ അടിച്ച് ചാട്ടവാറുകൾ പിഴുതെടുക്കുമ്പോൾ ആ ചാട്ടവാറിൽ മുഴുവൻ മാംസകഷണം രക്തം ചീറ്റുന്നു. ആ മാംസകഷ്ണങ്ങൾ ആ കൽപാത്രങ്ങളിൽ അത് കുടഞ്ഞു കളയുമ്പോൾ വെള്ളത്തിൽ കഴുകുമ്പോൾ അത് മുഴുവൻ ചോരയാൽ നിറയുന്നു. ഈ ദീനിബാന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറയുവാൻ പീലാത്തോസിനെ പ്രേരിപ്പിച്ച ഘടകം അതാണ്. പ്രിയരെ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. നമുക്ക് വേണ്ടി നമ്മുടെ വീണ്ടെടുപ്പിന് ശുദ്ധീകരണത്തിന് നൽകി തന്ന പുണ്യാക രക്തത്തിന്റെ ഓർമ്മയായി പാനപാത്രം. ആകയാൽ യേശു കർത്താവിന്റെ രക്തത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവേ, ഈ പാനപാത്രത്തിനായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തും. അവസാനത്തുള്ള രക്തം വരെ ഞങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നല്ലോ. നന്ദി, നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഈ പാനപാത്രത്തിനായി സ്തോത്രം. ശുശ്രൂഷിപ്പാൻ കൃപ തരും. ജനത്തെ ആശീർവദിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രവും കരങ്ങളിൽ എടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തത്തിൽ പൊതു നിയമം ആകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വീണ്ടെടുപ്പിനായി അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന പുണ്യാക രക്തത്തിൻ്റെ ഓർമ്മ വാങ്ങി പങ്കിട്ട് കൊള്ളുവേൻ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ. ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ. മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസുയരുവാനല്ലയോ. മകനേ, മകനേ, നീ മാന്യനായിടുവാൻ. മകളേ, മകളേ,
മകനെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖ ശോഭയില്ല, ചോരയ നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ ആളറിയുകില്ല, ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖ ശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. കാൽവറിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകനെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കർത്താവിൽ പ്രിയരെ, അപ്പം ഭക്ഷിച്ച ആർക്കെങ്കിലും പാനപാത്രം ലഭിക്കാനുണ്ടോ? അപ്പം ഭക്ഷിച്ചിട്ട് പാനപാത്രം വന്നപ്പോൾ വിട്ടുപോയവരുണ്ടെങ്കിൽ ഇല്ല എന്ന് കരുതുന്നു. എല്ലാവരും ഇതിൽ പങ്കുചേർന്നുവല്ലോ. പ്രിയരെ, മേശമേൽ അപ്പവും വീഞ്ഞും ശേഷിച്ചിരിക്കും. ഇത് വിളിച്ചറിയിക്കുന്നത് അനേക പ്രിയപ്പെട്ടവര് ഇതിനോഹരിക്കാരായിട്ട് ഉണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ദേശത്തുണ്ട്, നമ്മുടെ സമശിഷ്ടങ്ങളുണ്ട്. അവരൊക്കെ ഇതിൽ പങ്കുചേരേണ്ടതാണ്. ആകയാൽ പ്രിയരെ, ഒരു നിമിഷം ദേശത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സമശിഷ്ടങ്ങൾക്ക് ഒന്ന് കരമുയർത്തി പ്രാർത്ഥിക്കാമോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതുകൊണ്ട് അനേകർ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതും. ഇന്ന് ഇതുവരെ സ്നാനപ്പെട്ടില്ല, രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല, അടുത്ത തിരുമേശയിൽ എനിക്ക് പങ്കുചേരണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അടുത്ത തിരുമേശയ്ക്ക് മുമ്പ് എനിക്ക് സ്നാനമേൽക്കണം ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്താം. വചനം ഇങ്ങനെ പറയുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം മുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? പ്രിയരെ, അതുകൊണ്ട് പലരായ നാം ക്രിസ്തുവിൽ ഒന്നാകുന്നു. പങ്കെടുത്തവരോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് കർത്താവുമായിട്ട് കൂട്ടായ്മ ഉണ്ട്. ഇത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. എന്നാൽ ഒഴിഞ്ഞിരുന്നാൽ കർത്താവുമായിട്ട് കൂട്ടായ്മയില്ല, ബന്ധമില്ല. അതുകൊണ്ട് പ്രിയരെ, ഇനി ഓർപ്പിക്കട്ടെ, ഒഴിഞ്ഞിരിക്കാൻ പ്രമാണമില്ല. വിശുദ്ധ ജീവിതം നയിക്കാതെ ഒഴിഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾ അടുത്ത തിരുമേശയിൽ പ്രാഗൽഭ്യത്തോടെ പങ്കുചേരൂ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങൂ. പങ്കെടുത്തവരോട് ഓർപ്പിക്കുന്നു, വചനം പറയുന്നു, നിങ്ങൾ ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കും, ഉൾക്കരുത്തില്ലാത്തവരെ
ധൈര്യപ്പെടുത്തും. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആയിരിക്കണം. ഇതിൽ പങ്കെടുത്തിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നവരാകണം. കർത്താവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഓർമ്മ അനുഭവിച്ചിട്ട് കർത്താവിൻ്റെ സ്നേഹം നാം പ്രദർശിപ്പിക്കണം. ഇതൊരു പ്രത്യാശയം വിളിച്ചറിയിക്കുന്നു. നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. പ്രിയരെ, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ തിരുവെഴുത്ത് എങ്ങനെയാണ് ഓർപ്പിക്കുന്നത്? 1 തെസ്സലോനി 4:16. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ആ പ്രത്യാശയാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. കാഹളം കേൾക്കാറായി, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. അന്ന് നാം കർത്താവിനോട് ഒരുമിച്ചായിരിക്കും. ഇതിൽ ഒഴിഞ്ഞിരുന്നാൽ കർത്താവിനോട് കൂട്ടായ്മയില്ല. കർത്താവിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകും. ആകയാൽ എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രത്യാശയൊന്ന് പുതുക്കുക, പ്രത്യാശയൊന്ന് പുതുക്കുക. യെസ്, ഒരു 4 വരി മണ്ണിൽ ഉറങ്ങിടുന്ന ശുദ്ധിമാന്മാർ 4 വരി ഒന്ന് കരങ്ങളെ ഉയർത്തി പാടി, അമ്മ 4 വരി മാത്രം ഒന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യെസ്. മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. 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 ഈ ശുശ്രൂഷകൾ സമാപിച്ചിരിക്കുന്നു. നമ്മുടെ ഉപവാസ പ്രാർത്ഥന സമാപിച്ചിരിക്കുന്നു. കർത്താവെല്ലാം നന്നായി ചെയ്തു. അതുകൊണ്ട് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.